ഹലോ ഗൈസ്, അങ്ങനെ മീൻ വാങ്ങി വന്നില്ലേ, അതിൻ്റെ അടുത്ത കലാപരിപാടിയാണ് ഈ വ്ളോഗിൽ. ഒരു ഉച്ചയ്ക്കാണ് നമ്മൾ മീനുമായി വന്നത്. അപ്പം തന്നെ അതിനെ പണിയാനും തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മീനുമായിട്ട് ഒരു മൽപ്പിടുത്തം തന്നെയാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും മാറി മാറി മുറിക്കാൻ നോക്കുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് ശരിക്കും ഒരു മൂർച്ചയുള്ള കത്തിയോ കത്രികയോ ഇല്ല. അതാണ് ഈ മൽപ്പിടുത്തത്തിന്റെ കാരണം. പോട്ടെ, നമുക്ക് കഥയിലോട്ട് തിരിച്ചു വരാം. മീനിന്റെ ചിറകൊക്കെ എങ്ങനെയോ വെട്ടി. ചെതുമ്പൽ കളയുന്ന എന്റെ എക്സ്പ്രഷനാണ്. ഏതാണ്ട് മറ്റിടത്തെ എക്സ്പ്രഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് മീൻ വരയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. അടുത്തത് മസാലയായിരുന്നു. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും. പിന്നെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കറിവേപ്പില. കാരണം കറിവേപ്പിലയാണ് മോനെ മെയിന്. എന്തായാലും ഇത്രയും മസാലയും കറിവേപ്പിലയൊക്കെ മീനിൽ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഓരോ വരയിലും നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് എത്തുന്ന രീതിയിൽ വേണം ഈ മസാല തേക്കാം. കാരണം നമ്മളൊരു ഫുള്ള് മീനായിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത്. കാരണം അങ്ങനെ തേച്ചാൽ മാത്രമേ നമ്മൾ ഓരോ പീസായിട്ട് എടുക്കുമ്പോഴും മസാല അതിന്റെ ഉള്ളിലോട്ട് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് കുറെ വയറ്റിലോട്ട് കറിവേപ്പിലയും കുത്തിത്തിരുകി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് നേരെ വെച്ചു. ഒന്ന് റെസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് രാത്രിയാണ്. ആക്ച്വലി ഗ്രില്ല് ചെയ്യാനായിരുന്നു പ്ലാന്, ബട്ട് മഴ നമ്മൾ അതിന് സമ്മതിച്ചില്ല. എന്തായാലും മസാല തേച്ച് വെച്ച മീന് വീട്ടിലെ ഏറ്റവും വലിയ തവയിലോട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനി അത് ഫ്രൈ ആവട്ടെ. ദേ ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടോ? പൂച്ച മീൻ മുറിക്കുമ്പോൾ കാവലിരിക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി. പ്ലേറ്റിലോട്ടും മാറ്റി. ശരിക്കും പറയാലോ, അപാര ടേസ്റ്റ് ആയിരുന്നു. മേ ബി ഫ്രഷ് മീൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് കൊണ്ടായിരിക്കും. നിമിഷ നേരം കൊണ്ട് 4 ആളും മീന് തീർത്തു. ദേ ലാസ്റ്റ് പ്ലേറ്റും വടിച്ചു. ശരിക്കും പറഞ്ഞാൽ നക്കി തുറച്ചു. ഇനി ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അപ്പൊ ശരി, ടാറ്റ.